ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൽ കഴിഞ്ഞ 17-18 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇവരുടെ ബിസിനസ് ഹെവി വെഹിക്കിൾസിന്റെ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഇമ്പോർട്ടാണ്, പാരലൽ ഇമ്പോർട്ടാണ്. ഈ മാർക്കറ്റിൽ ഏജൻസി ഉള്ള പ്രൊഡക്റ്റ് ചൈനയിൽ നിന്ന് തന്നെ സെയിം പ്രോഡക്റ്റ് കൊണ്ടുവരുന്നു. ബേസിക്കലി പ്രോഡക്ട്സ് രണ്ടും ഒറിജിനൽ ആണ്, പക്ഷേ ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഏജൻസി ഉണ്ട്. ഈ ഏജൻസി ഇവർക്കെതിരെ കേസ് കൊടുത്തു. അവരുടെ ഇൻസ്പെക്ഷന് വന്നു, സാധനങ്ങൾ പിടിച്ചു, ചെറിയ ഫൈനായി പോയപ്പോൾ ഇവർ പിന്നെയും ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ വീണ്ടും ഇവർക്കൊരു ഫൈൻ വന്നു, ഒരു 20,000 ഫൈൻ വന്നു. അപ്പോൾ ഇതൊരു ക്രിമിനൽ കേസ് ആയതിന്റെ പേരിൽ ഇദ്ദേഹത്തിനോട് ഓണേഴ്സ് പറഞ്ഞു, നീ അത് സൈൻ ചെയ്ത് കൊടുത്തു, ഫൈൻ പൈസ ഞങ്ങൾ തരാം, അടച്ചോളാൻ പറഞ്ഞു. ഏകദേശം ഒരു 17-18 വർഷം ജോലി ചെയ്ത സ്ഥാപനമാണ്. കമ്പനിയുടെ ഓണേഴ്സ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അദ്ദേഹം കേട്ടു, അത് ചെയ്തു. പക്ഷെ പിന്നീട് ഒരു സിവിൽ കേസ് വരുന്നു. ക്ലെയിം 1.5 മില്യൺ ആണ്. കമ്പനിക്കെതിരെ ഏജൻസി കേസ് കൊടുത്തപ്പോൾ കമ്പനിയുടെ ഓണേഴ്സ് ഇദ്ദേഹത്തിന്റെ പേരിൽ ഈ കേസ് ഇൻക്ലൂഡ് ചെയ്യിച്ചു. ഇദ്ദേഹത്തിന് ഒരു എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്തൊരു പൊസിഷൻ വരികയാണ്. കാരണം ആദ്യത്തെ ക്രിമിനൽ കേസിന് കുറ്റം സംഭവിച്ചുകൊണ്ട് സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ പർച്ചേസറാണ്. ഒരു കാരണവശാലും നമ്മൾ ഒരു ക്രിമിനൽ കേസിൽ ആദ്യം ചെറുത് ആണെന്ന് വിചാരിച്ച് സൈൻ ചെയ്ത് കൊടുക്കുകയോ കുറ്റം സംഭവിക്കുകയോ കമ്പനിക്ക് വേണ്ടി ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നൊരു സിവിൽ കേസിൽ നമ്മൾ വലിയൊരു ആപത്തിൽ ചെന്ന് പെടാനുള്ള സാധ്യതകളുണ്ട്.